ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു അടിപൊളി ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് നമ്മളുടെ ഡെയിലി വീട്ടിൽ ആവശ്യമുള്ള കാര്യങ്ങൾ. അപ്പോൾ മിക്കവാറും എല്ലാ വീടുകളിലും രാത്രി എന്താ പറയുക ടിഫിനായിരിക്കും. ടിഫിൻ എന്ന് പറയുമ്പോൾ ചോറ് കഴിക്കുന്ന വീടുകൾ ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ചപ്പാത്തി, ദോശ, പുട്ട് ഇങ്ങനെ മാറിയൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ചപ്പാത്തിക്ക് കറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഒരു വീട്ടമ്മയ്ക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എല്ലാവരും എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതുപോലെയുള്ള പല കറികളും ഞാനിങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം എൻ്റെ ബുക്കിൽ നിന്ന് എടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇതൊരു ടൊമാറ്റോ കറിയാണ്. ഇതുപോലൊരു ടൊമാറ്റോ കറി എന്ന് നമുക്ക് തോന്നും ടൊമാറ്റോ കറി എന്ന് പറയുമ്പോൾ ഭയങ്കര പുളിയായിരിക്കില്ലേ എന്നൊക്കെ തോന്നില്ലേ. പക്ഷെ അങ്ങനെയല്ല, ഇതിന് പുളിയൊന്നും ഉണ്ടാവില്ല. ആവശ്യത്തിന് സാധാരണ ഒരു കറി പോലെ തന്നെയായിരിക്കും. ടൊമാറ്റോ ആയതുകൊണ്ട് അതിനൊരു എക്സ്ട്രാ പുളിയൊന്നും ഉണ്ടാവില്ല. അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? അതാണ് എൻ്റെ ഐഡിയ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യാൻ പോവാണ്. കൂടുതൽ വർത്തമാനമൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. അപ്പോൾ ഒരു 4 ടൊമാറ്റോ, അതാണ് പ്രധാനം. 4 വലിയ ടൊമാറ്റോ. അപ്പോൾ ഇതുപോലൊരു കറി ഈസ് വെരി ഡിഫറെൻറ്റ്. പിന്നെന്താ, 2 സവാള ഇതെല്ലാം എടുത്ത് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഓരോ ടൊമാറ്റോയും നമ്മൾ 6 കഷ്ണങ്ങളായിട്ടാണ് മുറിക്കേണ്ടത്. അപ്പോൾ ചെറുതായിട്ടല്ല, ഫൈൻലി ചോപ്ഡൊന്നും അല്ല. അതേ നോക്കിക്കോളൂ. ഓരോന്നിനെയും ഇങ്ങനെ, ഇതിപ്പോൾ 4 പീസ്. അപ്പോൾ ഓരോ ടൊമാറ്റോയും 6-8 പീസായിട്ട് മുറിക്കാം. അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ചെയ്യാം. വലിയ പീസസായിട്ട് ഇങ്ങനെ. ഓക്കെ, കുഞ്ഞു കഷ്ണങ്ങളായിട്ടല്ല നമ്മൾ മുറിക്കുന്നത്. ടൊമാറ്റോസ് ഇത്രയും 4 ടൊമാറ്റോ. ഈ സവാളയും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്, വലിയ പീസസായിട്ടാണ് അരിയേണ്ടത്. ഇനി 2 പച്ചമുളകും കൂടി നമുക്ക് ചേർക്കാം. അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? സ്പ്ലിറ്റ് ചെയ്തിട്ടാൽ മതി. 2ആയിട്ട് ഇങ്ങനെ മുറിച്ചാണ് ഇടേണ്ടത്. ഇനി ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ് ഇതെല്ലാമാണ് നമ്മളിതിൽ ചേർക്കുന്നത്. അരിഞ്ഞല്ല ചേർക്കുന്നത്, ഇങ്ങനെ അരച്ച് വെച്ച കാര്യം. ഓക്കെ, ഫൈൻ. അങ്ങനെ കട്ടിങ് എത്ര എളുപ്പത്തിൽ കഴിഞ്ഞു എന്ന് കണ്ടല്ലോ. ഇനി ഒന്നുമില്ല കേട്ടോ. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ചെറിയ താളിക്കൽ. പക്ഷേ ഇതിൻ്റെ ഒരു സ്വാദെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എത്ര സിമ്പിൾ ഒരു റെസിപ്പിയാണ്, പക്ഷേ ഭയങ്കര എന്താ പറയുക, ഒരു പവർഫുൾ റെസിപ്പിയാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ എണ്ണയിലൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. പക്ഷേ എണ്ണയ്ക്ക് പകരം നെയ്യാണ് ഉപയോഗിക്കുന്നത്. ഘീ. ആദ്യം ഘീയൊക്കെ എടുത്ത് വയ്ക്കാം പുറത്ത്. പിന്നെ വേണ്ട ബാക്കി കുറച്ച് സാധനങ്ങളുണ്ട്. മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി മുതലായ കാര്യങ്ങൾ, ഗരം മസാലപ്പൊടി, പിന്നെ 2 കാര്യങ്ങൾ കൂടി വേണം. ജീരകം, നല്ല ജീരകം, ഉലുവ എല്ലാം സെറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? നെയ്യാണ്. ഞാൻ പറഞ്ഞല്ലോ നെയ്യാണ്. നെയ്യ് ഒരു 1.5 ടേബിൾ സ്പൂൺ ആകാം. സത്യം പറഞ്ഞാലേ നെയ്യിലൊക്കെ ഇങ്ങനെ താളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു മണമാണ്. ഈ നെയ്യെക്കുറിച്ച് ചുമ്മാ അപവാദം പറയുവാണ് എല്ലാവരും. നെയ്യ് ഭയങ്കരമായിട്ട് കൊളസ്ട്രോൾ കൂട്ടും, ഭയങ്കര എന്താ പറയുക ഫാറ്റനിങ് ആണ്, ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലാണ്. അങ്ങനെയൊന്നുമല്ല. ഇത് പണ്ട് തൊട്ടേ നമ്മളുടെ പൂർവികരൊക്കെ ഇഷ്ടംപോലെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. നല്ല ക്ലാരിഫൈഡ് ബട്ടറല്ലേ നെയ്യെന്ന് പറഞ്ഞാൽ. അത് ഒരു പരിധി വരെ നെയ്യ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത് വളരെ നല്ലതാണ്. ഏത് കാര്യവും കൂടുതലായാൽ മോശമാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ സാധാരണ നമ്മൾ ഈ വാങ്ങുന്ന എണ്ണകളെക്കാട്ടിലുമൊക്കെ എത്രയോ നല്ലതാണ് നെയ്യ്. അങ്ങനെ വിചാരിക്കണം. അപ്പോൾ നല്ല ചൂടായി. ഇനി ഇതിൽ ജീരകം, ഇത് നല്ല ജീരകമാണ്, പെരുംജീരകമൊന്നുമല്ല, നല്ല ജീരകം. ഇതൊരു 1/2 ടീസ്പൂൺ കണ്ടോളൂ. അതുപോലെ തന്നെ ഉലുവ, അതും 1/2 ടീസ്പൂൺ. ഈ 2 കാര്യങ്ങളും അതിലായിരുന്നു പൊട്ടണം. പൊട്ടിത്തുടങ്ങി, മൂത്ത് തുടങ്ങുന്നു, നല്ല മണം വരുന്നു. ആഹാ, ഇങ്ങനെ പൊട്ടി നല്ല മണം വന്നു കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? സവാള, അതിനോടൊപ്പം പച്ചമുളകും ചേർക്കും. നല്ല മണം. എന്തെളുപ്പമല്ലേ? കട്ടിങ്ങൊക്കെ എത്ര ഫാസ്റ്റാണ്. നമ്മളിങ്ങനെ വലിയ ക്യൂബ്സായിട്ടല്ലേ കട്ട് ചെയ്ത്. ഇത് പെട്ടെന്നാകും. അപ്പോൾ നിറം മാറാൻ തുടങ്ങി കഴിഞ്ഞിട്ടാണ്
നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചേർക്കേണ്ടത്. റോസി ബഹളമൊക്കെ വെച്ച് നിർത്തി എന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ടെറസിലാണല്ലോ. അപ്പോൾ നമ്മളുടെ ഈ കിച്ചൺ 3rd ഫ്ലോറാണ്, ടെറസിൻ്റെ ഏറ്റവും മേളിലത്തെ ഫ്ലോർ. ഇതിൻ്റെ പകുതി പോർഷൻ ഫുൾ ടെറസാണ്. അപ്പോൾ ഇവൻ ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കും റോസി രാത്രിയെല്ലാം. എനിക്ക് കൂട്ട് വരുന്നതാണ്. ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഈ പ്രദേശത്തൊന്നും മാറില്ല. അപ്പോൾ ആഴേക്ക് നോക്കുമ്പോൾ താഴത്തെ കാഴ്ചയെല്ലാം കാണാം. അപ്പോൾ റോട്ടിൽ ആരെങ്കിലും നടക്കുകയാണെങ്കിൽ ഇവനിവിടെ ഭയങ്കര ബഹളം. കളർ മാറി തുടങ്ങാൻ പോകണേ ഉള്ളൂ. ഒരല്പം കൂടി ഒരു കളർ മാറിക്കോട്ടെ. എന്നിട്ട് ഇതിൽ ആദ്യം ചേർക്കേണ്ടത് ഇഞ്ചി അരച്ചതും വെളുത്തുള്ളി അരച്ചതും. അത് ഓരോ ടീസ്പൂണാണ് ചേർക്കേണ്ടത്, ഒരുപാടൊന്നും ചേർക്കണ്ട. ഇങ്ങനെ സ്ക്വയർസായിട്ട് മുറിച്ചിടുമ്പോൾ നോക്കിയാൽ എതളുകളായിട്ട് അത് ഇളകി വരികയും ചെയ്യും. കാണാനും ഭംഗിയാണ്, കഴിക്കുമ്പോഴും നല്ല രസമാണ്. കളർ മാറാൻ തുടങ്ങുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത്, അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചത്. ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പച്ചച്ചുവയൊന്ന് മാറണം. അത് കഴിഞ്ഞിട്ട് പൊടികളിടാം. ആഹാ, ഇപ്പം മൂത്ത മണമൊക്കെ വന്ന് തുടങ്ങി. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ നല്ല മണം. എന്ത് കാര്യം, ഇത് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. കറക്റ്റ് ആ ഒരു പാകത്തിന് തന്നെ ഇടാൻ പാടുള്ളൂ. 1 ടീസ്പൂൺ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോളൂ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ മുളക് പൊടി 2 ടീസ്പൂൺ, 2 ടീസ്പൂൺ. ഓക്കെ, പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഇടുന്നത്. പിന്നെന്താ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. മുളക് പൊടിയുടെ അത്ര ഇടുന്നില്ല, 1/2 ടീസ്പൂൺ. ഇനി ഒരു കാര്യം കൂടി ഇടണം, ഗരം മസാല പൗഡർ. അതൊരു 3/4 ടീസ്പൂൺ ആകാം. ഇത്രയും നന്നായിട്ടൊന്ന് വഴറ്റാം. തീ കുറയ്ക്കാം. പെട്ടെന്ന് തന്നെ മൂത്തു. ഇനി കരിഞ്ഞു പോകണ്ട. അതിന് മുന്നേ നമ്മൾ ടൊമാറ്റോയും കൂടി ചേർക്കാം. ഹാർഡ്ലി ഒരു 2 മിനിറ്റ്സ്. അപ്പോൾ ടൊമാറ്റോ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ 2 മിനിറ്റ് അതിനാവശ്യമുള്ളൂ വഴറ്റൽ. അതായത് വഴറ്റി വെന്ത് കുഴഞ്ഞ് പേസ്റ്റ് പോലെ അങ്ങനെയൊന്നും ആകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. 2 മിനിറ്റ്സ് വഴറ്റൽ ഉള്ളി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് പുളിയൊന്നും ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ ഒരു ടെക്നിക്കാണിത്. അല്ലെങ്കിൽ ഇത്രയും ടൊമാറ്റോ വെച്ചിട്ട് നമ്മളൊരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ ടൊമാറ്റോ കറിക്ക് ഭയങ്കര പുളിയായിരിക്കില്ലേ. ഇതിനങ്ങനെ ഉണ്ടാവില്ല. ഇത് നോക്കിക്കോളൂ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത്രയായാൽ മതി. ടൊമാറ്റോ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടുന്നേ ഉള്ളൂ, കുഴയുന്നില്ല, വേറെ ഒന്നും സംഭവിക്കുന്നില്ല. 2 മിനിറ്റ്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം, ഞാൻ അളന്ന് വെച്ച വെള്ളമാണ്. ഓക്കെ, 1 കപ്പ് വെള്ളം ചേർത്തു. ഇനി പാത്രം ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഓക്കെ, ഉപ്പ് ചേർക്കാം. എന്നിട്ട് പാത്രം ഒന്ന് അടച്ച് വേവിക്കണം. 5 മിനിറ്റ് വേവിച്ചാൽ മതി, ഒരുപാട് സമയമൊന്നും വേണ്ട. 5 മിനിറ്റ്സ് കുക്കിംഗ്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് എത്ര സമയം? വളരെ വളരെ കുറച്ച് സമയം മതി. എനിക്ക് തോന്നുന്നു ടോട്ടൽ ഒരു 10 മിനിറ്റ്സിൽ നമ്മുടെ ടൊമാറ്റോ കറി റെഡിയാകും. പാത്രം അടച്ചിടാം. 5 മിനിറ്റ്സ് കുക്കിംഗ്. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാം. ടോട്ടൽ 10 മിനിറ്റ്സ് അത്രേ ആവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് ഫാസ്റ്റായിട്ടാണ് ചെയ്യാൻ പറ്റുക. 5 മിനിറ്റ്സ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. 5 മിനിറ്റ്സ് ആയി. ഇനി ഞാൻ അടപ്പ് തുറക്കാൻ പോകും. യെസ്, നോക്കിക്കോളൂ. അതായത് ടൊമാറ്റോ വെന്ത് കുഴയാൻ പാടില്ല, പേസ്റ്റ് പോലെയൊന്നും ആകാൻ പാടില്ല. ഒന്ന് വാടി ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. വെന്ത് കുഴയരുത്, അതാണ് പ്രധാനം. വെന്ത് കുഴയുമ്പോഴാണ് ഇത് പുളിയെല്ലാം ഒരുപാടായിട്ട് ഓവറാകുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി. ഓക്കെ, ആയിക്കഴിഞ്ഞു. ഇനി ഇതിലെന്താ ചെയ്യുന്നത് നോക്കിക്കോളൂ. കട്ടി തേങ്ങാപ്പാൽ, ഇതൊരു 3/4 കപ്പ് കട്ടി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അതും കൂടി ചേർക്കാം. 3/4 മുതൽ 1 കപ്പ് വരെ ആകാം. നമുക്ക് എത്ര ചാറ് വേണം അതനുസരിച്ചിട്ട്. നോക്കൂ, എന്ത് ഭംഗിയല്ലേ കാണാൻ, കളർഫുൾ.
സത്യം പറയണം, ഇതിൽ ആവശ്യമില്ലാതെ പുളിയൊന്നും അറിഞ്ഞില്ല. കറക്റ്റ് പാകമായിരിക്കും. പുളി എന്ന് പറഞ്ഞാൽ ഇത് ടൊമാറ്റോ കറിയാണെന്ന് പറയാം, പക്ഷേ ഒരു പ്രശ്നമില്ല. അപ്പോൾ പാലൊഴിച്ചു. ഇനി ചെയ്യേണ്ട കാര്യം കുറച്ച് മല്ലിയില. ഇത് ഞാൻ കൈ കൊണ്ട് എടുത്ത് പിച്ചിയിടാൻ പോകുന്നു. ഓക്കെ, മല്ലിയില ഇടാം. ഒരു 2 മിനിറ്റ് സമയം. തേങ്ങാപ്പാലും മല്ലിയിലയും പിന്നെ ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് കുറച്ചുകൂടി വലിയ വിധം നോക്കാം. അല്പം ഉപ്പ് ചേർക്കാം. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർക്കണം, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ. നോക്കിക്കോളൂ. ഇത്രയും കാര്യങ്ങളും ചേർത്ത് ഒരു 2 മിനിറ്റ് സമയം വീണ്ടും ഒന്ന് ഇങ്ങനെ തിളപ്പിക്കണം. 2 മിനിറ്റ്സ്, ഒരു 2 മിനിറ്റ് മതി. അപ്പോൾ 5 മിനിറ്റ്, 2 മിനിറ്റ്, പിന്നെ വഴറ്റാനുള്ള സമയം എല്ലാം കൂടി. ആഹാ, സത്യം നിങ്ങൾക്ക് എന്നെ ട്രസ്റ്റ് ചെയ്യാം ഈ കാര്യത്തിൽ. ഈ കറിയെക്കുറിച്ച് എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ്. നിങ്ങൾക്കിഷ്ടാവും. കാര്യം സമയക്കുറവ്, ചിലവ് കുറവ്, ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്പർ 1. 2 മിനിറ്റായി. അപ്പോൾ ഒന്ന് വാടിയത് മതി. ടൊമാറ്റോ വെന്ത് കലങ്ങാൻ പാടില്ല, വെരി ഇമ്പോർട്ടൻറ്റ്. കണ്ടല്ലോ, വെന്ത് കലങ്ങിയാൽ പിന്നെ ഇതൊരു പുളിയുള്ള കറിയായി മാറും. ഇനി ഇതിൽ വാടിക്കഴിഞ്ഞു, എല്ലാം വാടിക്കഴിഞ്ഞു. ഇനി ഈ ചൂടിലല്ലേ കിടക്കുന്നത്, അത് മതി ധാരാളം. 2 മിനിറ്റ്സ് ആയി കഴിഞ്ഞു. തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, അതായത് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറുതായി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും, ചെറിയ തിളകൾ, പക്ഷെ നല്ലൊരു തിള വരുമ്പോൾ ഓഫ് ചെയ്യാം. അപ്പോൾ തേങ്ങാപ്പാലും ഒഴിച്ച് പിന്നെന്താ മല്ലിയിലയും ഇട്ട് പഞ്ചസാരയും പിന്നെ പോരാത്ത ഉപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മിനിറ്റ് കൂടുതൽ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല ചൂടായി കിടക്കുകയാണെങ്കിലും തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ തിള ഒന്ന് അടങ്ങില്ലേ. പിന്നെ തേങ്ങാപ്പാലിൻ്റെ കൂടെ കിടന്നിട്ടാണ് ഒരു 2 മിനിറ്റ്സ് ഇങ്ങനെ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്തു. തിള വന്നു കഴിഞ്ഞാൽ പിന്നെ ഓഫ് ചെയ്തു. അങ്ങനെ ടൊമാറ്റോ കറി ഈസ് റെഡി. ആഹാ, സിമ്പിൾ, ഞാൻ പറഞ്ഞല്ലോ, ബട്ട് പവർഫുൾ, വെരി ടേസ്റ്റി. ഇത് ഞാൻ ഗ്യാരണ്ടി, ഉണ്ടാക്കി നോക്കും. ഉപ്പ് നോക്കാമല്ലേ? ഉള്ളു. ഞാൻ ആവശ്യത്തിന് ഉപ്പ് വാരി ഇടുന്നുണ്ടായിരുന്നു. അവസാനം നമ്മൾ ഇച്ചിരി പഞ്ചസാര ഇട്ടില്ല. പഞ്ചസാര ഇടുന്നത് എന്താ വെച്ചാൽ ഇതൊന്ന് കറക്റ്റ് ബാലൻസ് ചെയ്യാനാണ്. ഉപ്പ്, പുളി, പക്ഷെ പുളി അറിഞ്ഞില്ല എങ്കിലും ടൊമാറ്റോയുടെ ഒരു കറി ആയതുകൊണ്ട് ഒരല്പം 1/2 ടീസ്പൂൺ പഞ്ചസാര, അതതിൻ്റെ ടേസ്റ്റ് കൂട്ടുകയുള്ളൂ. ഇത്രയേ ഉള്ളൂ. അതെ, അപ്പം ചപ്പാത്തിക്കൊരു സിമ്പിൾ ടൊമാറ്റോ കറി. അപ്പോൾ ഇനി ഞാൻ എന്താ പറയണ്ടേ, സന്തോഷം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ കാണിച്ചു തരുമ്പോൾ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരുമ്പോൾ, ഇത് ഒരുപാട് ലെങ്തി അല്ലാത്തൊരു വീഡിയോ ആയി മാറുമ്പോൾ, സത്യം പറഞ്ഞാൽ ലെങ്തി വീഡിയോ ആകുമ്പോൾ എനിക്ക് വലിയ സങ്കടമാണ്. പക്ഷേ നിവർത്തിയില്ല, ഞാൻ ഒരുപാട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ലെങ്തി ആയി പോകുന്നത്. ഞാൻ ചുരുക്കാൻ ഇങ്ങനെ ശ്രമിക്കുന്നതാണ്. എന്തായാലും ഇത്ര നേരം ക്ഷമയോടുകൂടി കണ്ടുതന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.